നന്ദിയുടെ പര്യായമായ ഒരു ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും പറയാനുണ്ടാവുക ഈ ഉത്തരമായിരിക്കും. ഈ ഒരൊറ്റ ഉത്തരം: നായ്ക്കൾ. കുറുക്കന്മാരും ചെന്നായ്ക്കളുമെല്ലാം ഉൾപ്പെടുന്ന കുടുംബമായ കാനിഡയിലെ അംഗങ്ങളാണ് നായ്ക്കൾ. എന്നായിരിക്കും, എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും മനുഷ്യർ കാട്ടുനായ്ക്കളെ മെരുക്കിയെടുത്തിട്ടുണ്ടാവുക? ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണുന്ന നായ്ക്കളെല്ലാം തന്നെ പരിണമിച്ചുണ്ടായിട്ടുള്ളത് ഗ്രേ വുൾഫ് എന്ന ചെന്നായയിൽ നിന്നാണ്. കാനിസ് ലുപ്പസ് എന്നാണ് ഗ്രേ വുൾഫിന്റെ ശാസ്ത്രനാമം. അതുകൊണ്ട് തന്നെ നായ്ക്കളുടെ ശാസ്ത്രനാമം കാനിസ് ലുപ്പസ് ഫെമിലിയാരിസ് എന്നാണ്. ജർമ്മൻ ഷെപ്പേർഡ്, ഡോബർമാൻ, പഗ്, പിറ്റ്ബുൾ, ഡാഷ്, ബുൾഡോഗ്, ഡാൽമേഷ്യൻ എന്നിങ്ങനെ ഏതൊരു ബ്രീഡിൽപ്പെട്ട നായ ആണെങ്കിലും അവരുടെ ശാസ്ത്രീയ നാമം ഇതുതന്നെയാണ് എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം. ലോകത്തിത്തരത്തിൽ നായ്ക്കളുടെ ഏകദേശം 400-ലധികം ബ്രീഡുകൾ ഉണ്ടെന്നാണ് കണക്ക്. സ്വർണ്ണ നിറം കലർന്ന രോമമുള്ള ഗോൾഡൻ റിട്രീവർ, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഡോഗ് ബ്രീഡായ ചിവാവ, ചുരുണ്ട കേളിയായ രോമങ്ങളുള്ള പൂഡിൽ, ബീഗിൾ, എസ്കിമോ, ബുൾഡോഗ്, ഒറ്റ നോട്ടത്തിൽ ഒരു ചെന്നായെ പോലെ തോന്നിക്കുന്ന സൈബീരിയൻ ഹസ്കി, ബോക്സർ, കേൻ ടെറിയർ, സെയിന്റ് ബെർണാഡ് എന്നിങ്ങനെ എന്തോരം നായ്ക്കൾ. ഇതൊന്നും കൂടാതെ രാജപാളയം, ചിപ്പിപ്പാറൈ, ഹിമാലയൻ ഷീപ്പ് ഡോഗ്, കന്നി, കൊമ്പൈ, ഇന്ത്യൻ പരിയ ഡോഗ്, രാംപൂർ ഗ്രേഹൂണ്ട്, മുദോൾ ഹൂണ്ട് എന്നിങ്ങനെയുള്ള ഇന്ത്യയുടെ തനതായ ഡോഗിനങ്ങളും ഉണ്ട്. മനുഷ്യർ ഇണക്കി വളർത്താൻ തുടങ്ങിയ ആദ്യത്തെ ജീവി അത് ഏതായിരിക്കും? സംശയിക്കേണ്ട, അത് നായ തന്നെയാണ്. ഗ്രേ വുൾഫിൽ നിന്നും പരിണാമം വഴി നായ്ക്കൾ ഉണ്ടായി വന്നിട്ട് 20,000-ലധികം വർഷങ്ങളായി എന്ന് കരുതപ്പെടുന്നു. പ്രാചീന മനുഷ്യർ താമസിച്ചിരുന്ന ഇടങ്ങളിലുണ്ടായ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ ആകൃഷ്ടരായി അത് ഭക്ഷിക്കാൻ ഇന്നത്തെ നായ്ക്കളുടെ പൂർവികരായ ചെന്നായ്ക്കൾ മനുഷ്യരുടെ അടുത്തേക്കെത്തി. പതിയെ പതിയെ അന്നദാതാവായ മനുഷ്യരോടുള്ള അവരുടെ പേടി മാറി. അവർ ഇണങ്ങി. ചെന്നായ്ക്കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് മനുഷ്യർ തങ്ങൾക്കൊപ്പം വളർത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെ മനുഷ്യരുടെ പരിചരണത്തിൽ വളർന്നു വന്ന ചെന്നായ്ക്കുട്ടികൾ പിന്നീട് മനുഷ്യരുടെ സന്തത സഹചാരികളായി മാറിയിട്ടുണ്ടാവണം. തുടർന്ന് ഇവരെയും കൂടെ കൂട്ടി മനുഷ്യർ മറ്റു മൃഗങ്ങളെ വേട്ടയാടാനും പോയിട്ടുണ്ടാകണം. ഏകദേശം 33,000 വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് ഈസ്റ്റ് അഥവാ തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ആദ്യമായി വളർത്തുനായ്ക്കൾ പരിണമിച്ചുണ്ടായത് എന്ന് ജനിതക പഠനങ്ങൾ പറയുന്നു. അവിടെ നിന്ന് പിന്നീട് മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ബെൽജിയം, സൈബീരിയ എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം 30,000 വർഷത്തോളം പഴക്കമുള്ള ഇന്നത്തെ നായ്ക്കളുടേതിന് സമാനമായ ഒരു ജീവിയുടെ അവശിഷ്ടങ്ങൾ ഗവേഷകർക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ തലയോട് പരിശോധിച്ചപ്പോൾ അത് ഒരിനം ചെന്നായയുടെ ശരീരാവശിഷ്ടങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നായ്ക്കളോട് സാമ്യമുള്ള എന്നാൽ നായ്ക്കളുടേതല്ലാത്ത ഈ അവശിഷ്ടങ്ങളെ പ്രോട്ടോഡോഗ് ഫോസിൽസ് എന്ന് വിളിക്കാം. പിന്നീട് മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ പ്രദേശങ്ങളിൽ നിന്നുമായി 14,000 മുതൽ 17,000 വർഷത്തോളം പഴക്കമുള്ള ഇന്നത്തെ നായ്ക്കളുടേതുപോലെയുള്ള ഒരു മൃഗത്തിന്റെ അവശിഷ്ടങ്ങൾ ഗവേഷകർക്ക് കിട്ടി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്നിട്ടുള്ള ഇത്തരം ആർക്കിയോളജിക്കൽ പഠനങ്ങൾ പ്രകാരം നായ്ക്കളെ മെരുക്കുന്ന പ്രക്രിയ അഥവാ ഡോഗ് ഡൊമസ്റ്റിക്കേഷൻ സാധ്യമാകാൻ ഏതാണ്ട് 15,000 മുതൽ 30,000 വർഷങ്ങൾ എടുത്തു. വർഷങ്ങൾ നീണ്ട മനുഷ്യരുടെ നിരന്തരമായ ശ്രമങ്ങളിലൂടെയാണ് ഇത് സാധ്യമായത്. പിന്നീട് വർഷങ്ങളോളം നായ്ക്കൾ മനുഷ്യരുടെ ഒപ്പം വളർന്നു. അവരുടെ പല തലമുറകളെ മനുഷ്യർ പരിപാലിച്ചു പോന്നു. മനുഷ്യരുടെ സ്നേഹവും പരിലാളനകളും ഏറ്റുവാങ്ങിയ അവർക്ക് ക്രമേണ മനുഷ്യരോടുള്ള പേടിയും അകൽച്ചയും ഇല്ലാതായി. അടുപ്പം കൂടി. പതിയെ പതിയെ മനുഷ്യരുടെ ആംഗ്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാൻ തക്ക പ്രാപ്തി അവർ നേടിയെടുത്തു. മെന്റൽ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദത്തിലൂടെയും കോവിഡ് പോലെയുള്ള രോഗാവസ്ഥകളിലൂടെയും കടന്നുപോകുന്ന മനുഷ്യരെ മനസ്സിലാക്കാനും നായ്ക്കൾക്ക് ആകുമെന്ന് പഠനങ്ങൾ പറയുന്നു. കൂടാതെ മനുഷ്യരോട് ഇത്രയേറെ അടുപ്പമുള്ളതുകൊണ്ടാവണം പൊതുവെ മനുഷ്യർക്കിടയിൽ കണ്ടുവരുന്ന രോഗങ്ങളായ അപസ്മാരം അഥവാ എപ്പിലെപ്സി, അൽഷേമേഴ്സ് എന്നിങ്ങനെയുള്ള ഏതാണ്ട് 360ഓളം രോഗങ്ങൾ നായ്ക്കൾക്കും വരാറുണ്ട്. ഒരുമിച്ച് ഒരേ സാഹചര്യങ്ങളിൽ കഴിയുന്നതുകൊണ്ടാകണം ഇങ്ങനെ. ലോകത്ത് ഇന്ന് മനുഷ്യരുള്ള ഇടങ്ങളിലൊക്കെയും അവർക്കൊപ്പം നായ്ക്കളുമുണ്ട്. വ്യത്യസ്തമായ പരിസ്ഥിതികളിലും കാലാവസ്ഥകളിലും അതിജീവിക്കാൻ ആവശ്യമായ കഴിവ് വർഷങ്ങൾ കൊണ്ടവർ നേടിയെടുത്തു കഴിഞ്ഞു. നായ്ക്കളുടെ ഡൊമസ്റ്റിക്കേഷൻ എങ്ങനെയാണ് നടന്നതെന്ന് പരീക്ഷണശാലയിൽ തെളിയിക്കാനാകുമോ? 1959 റഷ്യൻ ജെനറ്റിസിസ്റ്റ് അഥവാ ജനിതക ശാസ്ത്രജ്ഞനായ ദിമിത്രി ബേലേവ് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. നായ്ക്കളുടെ കുടുംബത്തിൽപ്പെടുന്ന സിൽവർ ഫോക്സ് എന്ന ഇനം കുറുക്കനെ ഉപയോഗിച്ച് നായ്ക്കളുടെ ഡൊമസ്റ്റിക്കേഷൻ തന്റെ ലാബിൽ പുനഃസൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. അതിനായി സിൽവർ ഫോക്സുകളുടെ 50-ൽ കൂടുതൽ തലമുറകളെ അദ്ദേഹം തന്റെ ലബോറട്ടറിയിൽ പരിപാലിച്ചു.
അങ്ങനെ ഒടുവിൽ ഏകദേശം 60 വർഷത്തോളമെടുത്ത് അദ്ദേഹം സിൽവർ ഫോക്സുകളെ മെരുക്കിയെടുത്തു. ഇങ്ങനെ അദ്ദേഹം തന്റെ ലാബിൽ വളർത്തിയെടുത്ത കുറുക്കന്മാർക്ക് ഇന്നത്തെ നായ്ക്കളോട് സാമ്യമുള്ള രൂപമായിരുന്നു. അവറ്റകളുടെ രക്തത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് കുറവായിരുന്നു. മാത്രമല്ല, അവരുടെ ശരീരത്തിലെ അഡ്രിനൽ കോർട്ടെക്സ് എന്ന ഭാഗത്തിന്റെ പ്രവർത്തനം മറ്റ് സിൽവർ ഫോക്സുകളെ അപേക്ഷിച്ച് കുറയുകയും ചെയ്തു. ഇതൊക്കെ ഒരുപക്ഷെ അവരിലെ ആക്രമണോത്സുകത കുറയ്ക്കാനും അവരെ മനുഷ്യരോട് ഇണങ്ങാനും പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം. സസ്തനികളിൽ ഹൈപ്പോതലാമസ് എന്ന ശരീരഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ സ്വഭാവ സവിശേഷതകൾക്ക് കാരണമാകുന്ന ഒരു ഹോർമോണാണ് ഇത്. മനുഷ്യർ മെരുക്കിയെടുത്ത നായ്ക്കളിൽ ഓക്സിറ്റോസിന്റെ അളവ് ചെന്നായ്ക്കളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇതവരുടെ ആക്രമണോത്സുകത കുറച്ച് മനുഷ്യരോട് ഇണങ്ങാൻ സഹായിച്ചിട്ടുണ്ടാവണം. ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനോടൊപ്പം ചേർന്ന് ആക്രമണോത്സുകത കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഹോർമോണാണ് സെറോട്ടോണിൻ. ഗന്ധം തിരിച്ചറിയാൻ അപാര കഴിവുള്ളവരാണ് നായകൾ എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണല്ലോ. തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും ആഹാരം ലഭിക്കുന്ന ദിശയെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും ആപത്തുകളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാനും ഇണയെ കണ്ടെത്താനുമൊക്കെ നായകൾക്ക് ഈ ഘ്രാണശക്തി കൂടിയേ തീരൂ. നായകളുടെ ഈ ഘ്രാണശക്തി പരിശോധിക്കാനായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഒരു പരീക്ഷണം നടത്തി. അതിനായി അവർ ഒരു നായയെ തിരഞ്ഞെടുത്തു. തുടർന്ന് ആ നായ നിൽക്കുന്നിടത്ത് നിന്ന് 50 മീറ്റർ അപ്പുറത്തായി ജീവനുള്ള ഒരു എലിയെയും 60 മീറ്റർ ദൂരെ മാറി ഒരാമയെയും 200 മീറ്റർ ദൂരത്തായി ചീഞ്ഞു തുടങ്ങിയ മാംസവും ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലായി തിമിംഗലത്തിന്റെ വിസർജ്യവും കൊണ്ടുവച്ചു. കാലാവസ്ഥ, കാറ്റ്, താപനില, അന്തരീക്ഷത്തിലെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്നിവയെല്ലാം അനുകൂലമായിരുന്ന സാഹചര്യത്തിൽ ഇതിനെയെല്ലാം തന്നെ മണത്ത് കണ്ടെത്താൻ ആ നായയ്ക്കായി. ലഹരിമരുന്നുകൾ ഉൾപ്പെടെയുള്ള ഡ്രഗ്സ്, ഷഡ്പദങ്ങൾ, സൂക്ഷ്മജീവികൾ, മൈൻ പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ എന്നിങ്ങനെ മറ്റുള്ള ജീവികൾക്ക് മണത്ത് കണ്ടെത്താൻ സാധിക്കാത്ത വസ്തുവകകളെയും ജീവികളെയും വരെ കണ്ടെത്താൻ കഴിവുള്ളവരാണ് നായകൾ. മുൻപ് പറഞ്ഞതുപോലെ ഇവർക്ക് തന്റെ ഉടമസ്ഥർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ, കോവിഡ്, ഡയബറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകളെയും ഇൻഫെക്ഷനുകളെയും ശാരീരിക മാനസിക അസ്വസ്ഥതകളെയും സെൻസ് ചെയ്യാനാകും, തിരിച്ചറിയാനാകും. എല്ലാ ബ്രീഡുകളിലും പെട്ട നായകൾക്ക് ഈ കഴിവുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കൂടാതെ ചുറ്റുപാടുകളും കാലാവസ്ഥയുമെല്ലാം അനുകൂലമായിരിക്കണം. ഇനിയിപ്പോൾ പ്രതികൂലമാണെങ്കിൽ കൂടി അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മണം പിടിച്ച് ലക്ഷ്യത്തിലേക്കെത്താൻ നല്ലതുപോലെ പരിശീലനം ലഭിച്ച ചിലയിനം നായകൾക്ക് ആകും. പരിശീലനം അത് വളരെ പ്രധാനമാണ്. നായകൾക്കുള്ളിൽ കിടക്കുന്ന കഴിവുകളെയെല്ലാം അത് പുറത്തു കൊണ്ടുവരും. പോലീസ് നായകളെ കണ്ടിട്ടില്ലേ? തുമ്പില്ലാതെ പെരുവഴിയിലായ കേസുകൾക്ക് വരെ മണത്ത് തുമ്പുണ്ടാക്കി കൊടുക്കും അവർ. കുറ്റവാളിയെ വരെ കണ്ടെത്തി നൽകും. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന 220 മില്യണിലധികം ഓഡോറന്റ് റിസപ്റ്ററുകൾ നായകൾക്കുണ്ട്. ഒരു കൂട്ടം മനുഷ്യർക്കിടയിൽ നിന്ന് തനിക്ക് പരിചയമുള്ള ഒരാളെ മണത്ത് കണ്ടെത്താൻ നായകൾക്ക് ആകും. പഠനങ്ങൾ അനുസരിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെ വരെ വേർതിരിച്ച് മണത്തറിയാൻ നായകൾക്ക് ആകും. ഒരു മനുഷ്യൻ നടന്നുപോയ വഴികൾ 48 മണിക്കൂറിന് ശേഷവും ഏകദേശം 77% കൃത്യമായി തിരിച്ചറിയാൻ നായകൾക്കാകും. സാധാരണ മനുഷ്യരുൾപ്പെടെയുള്ള ഏതൊരു മൃഗമാണെങ്കിലും ശ്വാസമെടുക്കുന്നതിനിടയ്ക്ക് വേണമെന്ന് വെച്ചല്ലാതെ യാതൊരു എഫേർട്ടും ഇടാതെ ഗന്ധം തിരിച്ചറിയുന്നതിനെയാണ് സ്മെല്ലിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഗന്ധം തിരിച്ചറിയാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് സ്നിഫിംഗ് എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു നായ ഏകദേശം 14 വർഷം വരെ ജീവിച്ചിരിക്കും. നായ്ക്കൾക്ക് പ്രധാനമായും നീല, മഞ്ഞ എന്നീ നിറങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. ഇതിനെ ഡൈക്രോമാറ്റിക് വിഷൻ എന്നാണ് വിളിക്കുക. ലോകത്ത് മനുഷ്യർ ഇത്രയേറെ അടുത്ത മറ്റൊരു ജീവി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ജീവിതത്തിൽ മറ്റാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് ഒരു പ്രതീക്ഷയുടെ ചിഹ്നമായും വീട്ടിലെ ഒരു അംഗമായും ഒരു സുഹൃത്തായും ഒക്കെ നായകൾ അന്നും ഇന്നും എന്നുമുണ്ട്. ലോകത്ത് ഇന്ന് മാനസിക വിഷമതകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾക്ക് ചികിത്സയുടെ ഭാഗമായി നായ്ക്കളെ പോലെയുള്ള അരുമ മൃഗങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിനുള്ള നിർദ്ദേശം ഡോക്ടറുടെ പക്കൽ നിന്നും ലഭിക്കാറുണ്ട്. മനുഷ്യരുടെ ജീവിതത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു ജീവി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. സംശയമല്ല, ഇതാണ് ശരിക്കുള്ള സത്യം.